അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 6ാം ക്ലാസ്സിലെ കിതാബു താരീഖിലെ രണ്ടാമത്തെ പാഠം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. പാഠഭാഗം വായിച്ച് മനസ്സിലാക്കാം. നമുക്ക് കുറച്ച് ബോക്സിലെ കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് ഭരണകാലം? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം ഹിജ്റ 11 മുതൽ 13 വരെ അങ്ങനെ ആണ്. അപ്പം 2 വർഷവും 3 മാസവും 8 ദിവസവുമാണ്. 2 വർഷവും 3 മാസവും 8 ദിവസവുമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്. ഹിജ്റ 11 മുതൽ 13 വരെ. പ്രധാന നേട്ടങ്ങൾ: ഖുർആൻ സമാഹരണം, ഖുർആൻ ക്രോഡീകരിച്ചു എന്ന് പറഞ്ഞില്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ സക്കാത്ത് നിഷേധികൾക്കെതിരെയുള്ള പോരാട്ടം, പിന്നെ കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള പ്രതിരോധം. കള്ളപ്രവാചകന്മാരാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരെക്കെതിരെ പോരാടി അവരെ അമർച്ച ചെയ്തു. ഇനി വഫാത്ത് ഹിജ്റ 13 ജമാദുൽ ആഖിർ 22 ക്രിസ്താബ്ദം 634 അതാണ് വഫാത്ത്. ഇനി മക്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ തൊട്ടടുത്ത് ഹുജ്റത്തു ഷരീഫയിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി നമുക്ക് താഴെ വായിക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കുറഞ്ഞ കാലമായിരുന്നു. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മുസ്ലിങ്ങളുടെ നേതാവാവുക എന്ന വലിയ ഉത്തരവാദിത്തം അവർ ഫലപ്രദമായി നിർവഹിച്ചു. അക്കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു. മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും പരിഹരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു. പ്രധാന ഭരണ നേട്ടങ്ങൾ: ഖുർആൻ സമാഹരണം പറഞ്ഞു അല്ലേ. ഹിജ്റ 12-ാം വർഷം നടന്ന യമാമ യുദ്ധത്തിൽ നിരവധി ഹാഫിളുകൾ ഷഹീദായി. അതിനാൽ ഖുർആൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഉയർന്നു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ സമാഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്യുകയോ എന്ന് പറഞ്ഞ് നിരസിച്ചെങ്കിലും ഒടുവിൽ അവർക്കും അതിൻ്റെ അനിവാര്യത ബോധ്യമായി. അങ്ങനെ തുടർന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ ഖുർആൻ സമാഹരണം നടന്നു. ഹിജ്റ 12-ാം വർഷം നടന്ന യമാമ യുദ്ധത്തിൽ നിരവധി ഹാഫിളുകളെ ഷഹീദായി. അപ്പോഴാണ് ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശയം ഉയർന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഈ കാര്യം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞെങ്കിലും അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും അതിൻ്റെ അനിവാര്യത മനസ്സിലായി. അവർ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ ഖുർആൻ സമാഹരണം നടന്നു. പിന്നെന്താണ്? മുർത്തദ്ദുകൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ചില ഗോത്രങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ച് മുർത്തദ്ദുകളായി. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക, അതാണ് മുർത്തദ്ദാവുക എന്ന് പറഞ്ഞാൽ. ചിലർ കള്ളപ്രവാചകന്മാരെ പിന്തുടർന്നു. മറ്റു ചിലർ സക്കാത്ത് നിഷേധിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ധീരമായി സൈനിക നടപടികളിലൂടെ അവരെ പരാജയപ്പെടുത്തി. ഇതോടെ പല മുർത്തദ്ദുകളും തിരിച്ചു വന്നു. സക്കാത്ത് നിഷേധികൾ അവരുടെ നിലപാടിൽ നിന്നും പിന്മാറി. അങ്ങനെ അവിടെ മാറ്റങ്ങൾ വന്നു. പിന്നെ കള്ളപ്രവാചകന്മാരോടുള്ള പോരാട്ടം. അവസാനത്തെ പ്രവാചകരാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നാൽ ചില കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്നു. മുസൈലിമത്തുൽ കദ്ദാബ്, തുലൈഹ, അസ്വദുൽ അനസി, സജാഹി തുടങ്ങിയവർ അവരിൽ പ്രധാനികളാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവസാനത്തെ പ്രവാചകർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പ്രവാചകന്മാരാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരാണ് മുസൈലിമത്തുൽ കദ്ദാബും തുലൈഹത്ത്, പിന്നെ അസ്വദുൽ അനസി, സജാഹ് എന്നിവർ. അപ്പോൾ അവരവിടൊക്കെ പോരാടി. അവർക്കെതിരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോരാട്ടം നടത്തി വിജയിച്ചു. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ യമാമയിൽ വെച്ച് നടന്ന യുദ്ധം ഇതിൽ പ്രസിദ്ധമാണ്. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ
ആരുടെ നേതൃത്വത്തിലാണ് യുദ്ധം നടന്നത്? യമാമയിൽ വെച്ചിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവിടെ കള്ളപ്രവാചകന്മാർ ആരാണെന്ന് പറഞ്ഞു വന്നവരെ പേരും അവർക്കെതിരെ പോരാടി വിജയം കൈവരിച്ചത് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ നടന്ന യുദ്ധത്തിന് ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? അത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ. അതൊക്കെ മനസ്സിലാക്കാം. ഇനി പിൻഗാമിയായി ഉമർ റളിയല്ലാഹു അൻഹു. പിൻഗാമിയായി ഉമർ റളിയല്ലാഹു അൻഹു. ഖിലാഫത്തിന്റെ അവസാന കാലത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി. പല പ്രമുഖരായ സഹാബികളെയും അരികിലേക്ക് വിളിച്ചു വരുത്തി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അഭിപ്രായങ്ങൾ തേടി. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, എന്റെ ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരിക്കും ഖലീഫ. നിങ്ങൾ അദ്ദേഹത്തെ വഴിപ്പെടണം. പിൻഗാമിയായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ നിർദ്ദേശിക്കുകയാണ്. പ്രമുഖരായ പല സഹാബികളെയും വിളിച്ചു വരുത്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അന്വേഷിച്ച് വിലയിരുത്തിയതിനു ശേഷമാണ് ഖലീഫയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. നമുക്കത് മനസ്സിലാക്കാം. മുർത്തദ് എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ശേഷം ഇസ്ലാം ഉപേക്ഷിച്ചവർ. ഹാഫിളുകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവർ. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കാം. മുസ്ലിമായ ശേഷം ഇസ്ലാം ഉപേക്ഷിച്ചവർ, അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ മുർത്തദ്ദാവാം. അങ്ങനെ കാരണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. ഇനി നമുക്ക് തദ്രിബാത്തിൽ വന്ന ചോദ്യങ്ങൾ നോക്കാം. ഉത്തരം പറയാനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് എത്ര വർഷമായിരുന്നു? നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് അല്ലേ, 2 വർഷം 3 മാസവും 8 ദിവസവുമാണ്. 2 വർഷം 3 മാസം 8 ദിവസം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് 2 വർഷവും 3 മാസവും 8 ദിവസവും നീണ്ടു നിന്നു. രണ്ടാമത്തെ ചോദ്യം, ഖുർആൻ സമാഹരിക്കാൻ ഖലീഫ നിയോഗിച്ച സഹാബി ആരാണ്? ആരായിരുന്നു? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ് ഖുർആൻ സമാഹരിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചത്. അടുത്തതാ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖലീഫയായി വന്നത് ആരെയാണ് ഖലീഫയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത്രയാണ് നമുക്കവിടെ ചോദ്യങ്ങൾ വന്നത്. അടുത്തത് പൂരിപ്പിക്കാനാണ്. യമാമ യുദ്ധത്തിൽ പല ഡാഷ് ഷഹീദായി എന്നാണ്. പല ഹാഫിളുകളും. യമാമ യുദ്ധത്തിൽ പല ഹാഫിളുകളും ഷഹീദായി. അടുത്തതാ, മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ നടന്ന യുദ്ധത്തിന്റെ നായകൻ ആരെയായിരുന്നു? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു നിയോഗിച്ചത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെയാണ് മുസൈലിമത്തുൽ കദ്ദാബിനെതിരെയുള്ള യുദ്ധത്തിലെ നായകനായി നിയോഗിച്ചത്. അടുത്ത മൂന്നാമത്തത്, പ്രവാചക പരമ്പരയിൽ അവസാനത്തെ കണ്ണിയാണ് ഡാഷ്. ആരായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണി അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ നമുക്ക് വരുന്ന വർക്ക് ഗ്രൂപ്പുകളായിട്ട് ചർച്ച ചെയ്യാനാണ്. ഖുർആൻ സമാഹരണം എന്നതുകൊണ്ട് അനിവാര്യമായി. എന്താണ് ഈ ഖുർആൻ സമാഹരണം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലായത്? അത് അനിവാര്യമായത് എന്താണ്? ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതി കേൾപ്പിച്ച അല്ലാഹു തആലയുടെ പരിശുദ്ധ വചനങ്ങൾ അത് ഓരോ സന്ദർഭത്തും സാഹചര്യങ്ങളും അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് പകർന്നു നൽകുകയായിരുന്നു. അവരത് മനഃപ്പാഠമാക്കുകയും കല്ലുകളിലും മറ്റും കൊത്തിവെക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഈ ഹാഫിളുകളായ പലരും ഷഹീദായി. അപ്പം ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്ന് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ സമാഹരിക്കുന്നതിനെ കുറിച്ചിട്ട് ആവശ്യപ്പെട്ടു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത കാര്യമായതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വിഷമമുണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഒറ്റ ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടു. അപ്പം അത് മനസ്സിലാക്കി ഗ്രൂപ്പുകളാക്കിയിട്ട് ഓരോരുത്തരും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തയ്യാറാക്കാനാണ്. അത്രയാണ് ഈ പാഠഭാഗത്തിൽ വന്നത്. ഇനി നമ്മൾ വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് പാഠത്തുനിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോൻ്റെ കൂടെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക. കള്ളപ്രവാചകന്മാർ ആയി വന്നത് ആരൊക്കെ? മുസൈലിമത്തുൽ കദ്ദാബ്, തുലൈഹത്ത്, അസ്വദുൽ അനസി, സജാഹ്.
ഇവരാണ്. യമാമ യുദ്ധം നടന്നത് ഹിജ്റ 12-ാം വർഷമാണ് യമാമ യുദ്ധം നടന്നത്. ഖുർആൻ സമാഹരിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശത്തോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്യുകയോ എന്ന് പറഞ്ഞാണ് അതിനോട് പ്രതികരിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ഭരണ നേട്ടങ്ങൾ മനസ്സിലാക്കാം. ഖുർആൻ സമാഹരണം നമ്മൾ ഫസ്റ്റ് ബോക്സുകളിൽ മനസ്സിലാക്കി. സക്കാത്ത് നിഷേധികൾക്കെതിരെയുള്ള പോരാട്ടം, പിന്നെ കള്ളപ്രവാചകന്മാർക്കെതിരെ പ്രതിരോധിച്ചു ഒക്കെ മനസ്സിലാക്കണം. പിന്നെ ഖുർആൻ സമാഹരിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് ഹുജ്റത്തു ഷരീഫയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കുക. എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.